വൈ ഡിഗ്രി ഈസ് നോട്ട് ഇനഫ് ഫോർ ദ ജോബ്. അതായത് ഇപ്പം എല്ലാവരും ഒരുപാട് പേര് ഡിഗ്രി എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് ഡിഗ്രീനെ നല്ല രീതിയിൽ വെറുക്കുന്നുണ്ട്. സോ ഒരു ജോബിലേക്ക് വെറും ഒരു ഡിഗ്രിയോ PGയോ മാത്രം മതിയോ? ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ ഒരു കാര്യം പറയുന്നതായിട്ട് പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് റിസർച്ച് ചെയ്ത സമയത്ത് അറൌണ്ട് 1 മില്യൺ, അതായത് 10 lakh പ്ലസ് UG അഡ്മിഷൻസ് കേരളത്തിൽ മാത്രം നടക്കുന്നുണ്ട്. അതായത് കേരളത്തിൽ മാത്രം ഇത്രത്തോളം അഡ്മിഷൻ ഇൻ ഡിഗ്രിയിൽ മാത്രം നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു 60% PGയിലേക്കും അഡ്മിഷൻ ആയിട്ട് പോകുന്നുണ്ട്. ഇനി പിന്നെ അതിന് കുറച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളെ BEdലേക്കും മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഞാൻ BTech കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, ഞാൻ UG ഡിഗ്രി മാത്രം എടുത്ത കേസാണ്. സോ ഇത്രത്തോളം കോളേജസ് ഉണ്ട്, ഇത്രത്തോളം അഡ്മിഷൻസ് നമ്മൾ ഇവിടെ ഒരു കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത്ര 1 മില്യൺ ആൾക്കാർ എല്ലാം ഇയറും ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എത്രത്തോളം ജോബ് ബേസിക്കലി ക്രിയേറ്റ് ചെയ്യാവും, അല്ലെങ്കിൽ എത്രത്തോളം പേർക്ക് ജോബ് കിട്ടും. സോ അവിടെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ മെയിൻ റെലവൻറ്റ്. നിങ്ങളൊരു ഡിഗ്രി മാത്രം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്കൊരു ജോബിലേക്ക് എത്താൻ പറ്റൂല. മറിച്ച് നിങ്ങളൊരു ജോബിലേക്ക് എത്തണമെങ്കിൽ അതിന് അലൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതിൽ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളെ സ്കിൽസ് ആണ്. അതായത് ഞാനൊരു ലൈവ് എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരാൾ ഒരു മൾട്ടിമീഡിയ പഠിക്കുന്ന ഒരു ഡിഗ്രി മൾട്ടിമീഡിയ പഠിക്കാന്ന് വിചാരിക്കാം. ഇയാൾക്ക് ആക്ച്വലി ക്ലാസ്സസ് പോയിട്ട് ഡെയിലി പോകുന്നു, ക്ലാസ് ചെയ്യുന്നു, അങ്ങനെ എടുത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ജോബിലേക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് അയാൾ ബേസിക് ആയിട്ട് അയാളെ CV അപ്ഡേറ്റ് ചെയ്ത് ഡിഗ്രി ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി നേരെ തിരിച്ചിട്ട് ടിൽറ്റ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഒരാൾ അതേപോലെ മൾട്ടിമീഡിയ കഴിഞ്ഞു, പക്ഷെ അയാൾ മൾട്ടിമീഡിയ ചെയ്യുന്ന കൂടെ തന്നെ മറ്റുള്ള സെൽഫ് വീഡിയോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ദാറ്റ് റിലേറ്റഡ് സ്കിൽസിലെ ഒന്നും കൂടി അയാൾ പോളിഷ് ചെയ്യാൻ വേണ്ടി ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇന്റേൺഷിപ്പ് പ്ലസ് ഡിഗ്രി എന്നുള്ളതായിരിക്കും അയാൾ CV അല്ലെങ്കിൽ അയാളെ പോർട്ട്ഫോളിയോ. അപ്പൊ ഒന്ന് ആലോചിക്കാം, എന്ന് പറയുന്ന ആൾ ജസ്റ്റ് പോകുന്നു, CV കൊടുക്കുന്നു, ജോലിയിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ജോലി കിട്ടുന്നില്ല, വാട്ടെവർ ഇറ്റ് ഈസ് എന്തായിക്കോട്ടെ. B എന്ന് പറയുന്ന ആള് CV കൊടുക്കുന്നു, അതിൽ പ്രൊജക്ട്സ് ഉണ്ടാവുന്നു, ഓൾറെഡി അയാൾ ചെയ്ത പ്രൊജക്ട്സിനെ പോർട്ട്ഫോളിയോ ആക്കി അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനി ഈ രണ്ടിലും ഉള്ള ആൾക്കാരെ നമ്മൾ തന്നെ ആരായിരിക്കും ചൂസ് ചെയ്യാം? ഓഫ് കോഴ്സ് പ്രാക്ടിക്കലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങളെ ഡിഗ്രി എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ ഡിഗ്രീനെ മൈലേജ് ചെയ്യുന്ന, ആ ഡിഗ്രി ഡിമാൻഡ് ചെയ്യുന്ന സ്കില്ലിനെ നിങ്ങൾ പോളിഷ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബാധിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് സ്കിൽസ് ആണ്. ഞാൻ അത്രത്തോളം ലൈഫിൽ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടും എനിക്ക് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് തോന്നിയൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഇന്റേൺഷിപ്പ് ചെയ്യണം. എങ്ങനെ നിങ്ങളെ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ. സോ ഈ ഒരു പോയിന്റോട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത്രത്തോളം ആൾക്കാർ പഠിച്ചിറങ്ങുമ്പോൾ ഇത്രത്തോളം ജോബ് മാത്രമേ ഉള്ളൂ. സോ അവിടെ ഡിമാൻഡ് വളരെ കുറവും സപ്ലൈ കൂടുന്ന സമയത്ത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറയും. അവിടെ കൂട്ടാൻ വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, പോളിഷ് ചെയ്യാൻ വേണ്ടി, ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അത് വൺ തിങ്, സ്കിൽസ് ഷോക്കേസ് ചെയ്യുക, സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള. സോ അതിന് ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ചെയ്യാം. നമ്മളെ കമ്പനീസിൽ എജുസോൾവിൽ ആയിക്കോട്ടെ, എൻ്റെ മറ്റ് ഞാൻ തന്നെ മെന്ററിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ കോഫൗണ്ടർ ആയിട്ടുള്ള സ്കിൽ ഫ്ലൈ, ഇവോൾവ് ഏജൻസി, മാർക്കറ്റിംഗ് ഏജൻസി, EduDot, 1-2 കമ്പനീസ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഇന്റേൺഷിപ്പിന് ആൾക്കാരെ വിളിക്കാറുണ്ട്. പക്ഷെ സെലക്റ്റീവ് ആയവരെ മാത്രമാണ് നമ്മൾ ഇന്റേൺഷിപ്പിന് എടുക്കുക. മെയിൻലി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് HR-മാരോട് പറയുന്ന, ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നല്ല അഗ്രസീവായി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളെ മാത്രമായിരിക്കും നമ്മൾ ഇന്റേൺഷിപ്പിന് പോലും എടുക്കുക. സോ നിങ്ങൾ ആ ഒരു അഗ്രസീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. സോ താങ്ക് യു.